സാധാരണ മരപ്പണിക്കാരല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്ലൈവുഡിൻ്റെ പീസുകൾ അതിൻ്റെ അരിയൊക്കെ ഒന്ന് ചിന്തേരി കൊണ്ട് തള്ളി ചൊവ്വ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ചിന്തേരി ഉപയോഗിക്കാനായിട്ട് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അതുകൊണ്ടിട്ട് അങ്ങനെയുള്ളവർക്ക് ചിന്തേരി ഉപയോഗിക്കാതെ റൂട്ടറിലൂടെ ഇതുപോലത്തെ പ്ലൈവുഡിൻ്റെ കഷ്ണങ്ങളുടെ അരികെ ചൊവ്വ് ചെയ്തെടുക്കുക. അതൊരു മരത്തിൻ്റെ പീസായിക്കോട്ടെ അത് ചൊവ്വാക്കി എടുക്കുവാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു വീഡിയോയാണ് ഞങ്ങളിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ പീസ് ഇതിൻ്റെ ഇവിടുത്തെ വീതിയും ഈ വീതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ഹൈറ്റ് തമ്മിലും വ്യത്യാസമുണ്ട്. ഇവിടുത്തെ നീളവും ഈ നീളവും വ്യത്യാസമുണ്ട്. ഈ നീളവും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്കതിനായിട്ട് ഞാൻ ആദ്യമേ തന്നെ ഇവിടുത്തെ വീതി എത്തണം. ഇതിപ്പോൾ 11 ഇഞ്ചുണ്ട്. 11 ഇഞ്ചുണ്ട് ഇവിടെ. അതേസമയം ഇവിടെ 10.25 ഉള്ളൂ. 10.25 ഇഞ്ച്. അതുപോലെ ഇത് ഇത് 32 ഇഞ്ചുണ്ട് ഇവിടെ. 32 ഇവിടെ നിന്ന് വരുമ്പോൾ ഒരല്പം വ്യത്യാസമുണ്ട്. ചെറിയ വ്യത്യാസമുള്ളൂ. ഇത് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാം എങ്ങനെയാണുള്ളത്. ഇതാണ് കമ്പനി കിട്ടുന്നത്. ഞാൻ നേരത്തെ പറയണ്ടായിരുന്നു ഇതിന്റെ ഈ വശം 10.25 ഉള്ളൂ. ഈ വശം 11 ഇഞ്ചുണ്ട്. അപ്പൊ ഞാൻ 10.25 ഇത് ഞാൻ ഏറ്റാക്കാൻ പോകുന്നു. അപ്പൊ അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് ഈ പ്ലൈവുഡ് ഞാനിത് ഇവിടുന്ന് ഒരു 10.25 ഞാനൊരു മാർക്ക് കൊടുക്കുക. 10.25 ഇവിടെയും അതുപോലെ തന്നെ 10.25 മാർക്ക് ചെയ്തു. ഇനി ഞാനിത് ഈ 10.25 ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നു. 10.25 ഇഞ്ചാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കിത് ഷെയ്ക്കാൻ പാടില്ല. സാധാരണ പ്ലെയിൻ നമുക്ക് ഇവിടെ ആണി വെക്കാം. പക്ഷെ ഇത് ലാമിനേഷൻ ഷീറ്റ് ആയതുകൊണ്ട് അത് കഴിയത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് ഈ മാർക്ക് ചെയ്തിരുന്ന അതേ പോയിന്റിൽ 2 ആണി വെച്ച് കൊടുക്കാം. പത്തേ മുക്കാലിന് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആ അളവിലാണ് ഇപ്പം നമ്മൾ 2 ആണി വെക്കുന്നത്. അപ്പോൾ തന്നെ വേറൊരു വിഷയം, ഇതിൻ്റെ ഈ അരിക് ഇത് കറക്റ്റ് സ്ട്രെയിറ്റ് അല്ല. ഈ അരിക് ഇങ്ങനെ പൊളച്ചിലുണ്ട്. ഈ അരിക് അതുപോലെ ഈ അരികും ഇങ്ങനെ പൊളച്ചിലുണ്ട്. 2 അരിക് നമുക്ക് പൊളച്ചിൽ മാറ്റിയെടുക്കണം. അതിന് നമ്മളിപ്പോൾ ആദ്യം ഒരരിക് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇങ്ങോട്ടേക്ക് തള്ളിപ്പോകരുത്. അത് നമുക്ക് ഇവിടെ നമുക്ക് മാർക്ക് ചെയ്തിട്ട് 2 ആണി വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 2 വശത്തും ആണിയാണ് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റീപ്പർ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ഈ ഷീറ്റ് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഒരു വശത്തേക്ക് പോകില്ല തള്ളി. നമ്മൾ ഈ കാണുന്ന റോട്ടർ ബിറ്റാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതുപോലെ ഫ്ലാറ്റ് ബിറ്റാണ്. അറ്റത്ത് ബെയറിംഗ് ഉണ്ട്. ഈ ബിറ്റാണ് നമ്മൾ ഈ റോട്ടറിൽ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്.
സ്പാനർ ഇങ്ങനെ ഇവിടെ ബ്ലോക്ക് ചെയ്ത് കൊടുക്കും. പിന്നെ നമുക്ക് പുറത്തെടുക്കാം. നമ്മൾ ഇതുപോലെ ഒരു റൂട്ടറിൽ നമ്മൾ ബിറ്റ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെപ്പോഴും പവർ ഓഫ് ചെയ്തിട്ടിരിക്കണം. പവറിലെ കണക്ഷൻ പാടില്ല, അത് ഡേഞ്ചറാണത്. പവർ ഓഫ് ചെയ്തിടണം. ഇനി നമുക്കിത് സൈഡ് അടിക്കുന്നതിന് ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് പകുതിക്കും ഇവിടെ ഒരു ജെയ്റ്റ് ലാമ്പ് നമുക്ക് ടൈറ്റ് ചെയ്യണം. ഇവിടെ സേവ് കൊടുത്തിട്ടുണ്ടാണ്. നമ്മളിവിടെ ഈ ക്ലാമ്പ് വെച്ചിട്ട് ഇതുപോലെ പേപ്പർ വെക്കുക. ഇത് ലാമിനേഷൻ ഷീറ്റാണ്, അതുകൊണ്ടിട്ടാണ് പേപ്പർ വെക്കുന്നത്. സാധാ പ്ലൈ ആണെങ്കിൽ പേപ്പർ വെക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. റൂട്ടർ അടിക്കുമ്പോൾ ഈ സാധനം ഇങ്ങോട്ടേക്ക് തള്ളിപ്പോരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടിട്ട് നമ്മളിവിടെ പകുതിക്ക് വെച്ചിട്ട് നമ്മൾ ഇവിടെ ജസ്റ്റ് ഒരു സ്റ്റേ. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ നമ്മൾ ഇവിടെ വരെ റൂട്ടർ തള്ളുള്ളൂ. ഇതുപോലെ ഇവിടെ നല്ല സ്ട്രെയിറ്റായി. നമ്മൾ ഫുള്ള് അടിക്കുന്ന നമുക്ക് ഇനി ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് ഈ വശം ഇത് നമുക്കൊന്ന് അടിച്ചെന്നാലേ അത് മട്ടമുള്ളൂ, സ്ക്വയർ ആവത്തുള്ളൂ. കറക്റ്റ് സ്ക്വയറാണ്. ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ കറക്റ്റ് മട്ടമായിരിക്കും. നമ്മളെ ചിന്തേരിന് തള്ളി ഇത്രയും നമുക്ക് കറക്റ്റ് മട്ടം കിട്ടില്ല. ഇപ്പൊ കറക്റ്റ് മട്ടമായിരിക്കും. ഇനി നമുക്കിതിൻ്റെ അപ്പുറം വശവും നമുക്ക് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കാം. വളമൊക്കെ മാറ്റി ഇവിടെ നമ്മൾ സ്റ്റോവാക്കാൻ പോകണം. അതിനുവേണ്ടി നമ്മൾ ഒരു 1/2 നൂല് ഇങ്ങോട്ട് അല്ലെങ്കിൽ 1 നൂല് ഇങ്ങോട്ട് നീക്കി നമ്മൾ വെക്കും. ഇത് കിട്ടണം പിടിപ്പിക്കണം. നേരത്തേലും അളവിലും 1 നൂലും കൂടി നമുക്ക് കയറ്റി വെക്കാം. ഇതാ 1 നൂല് കൂടി ഞാൻ കയറ്റി വെച്ചിരിക്കുന്നത് ഇങ്ങനെ നേരത്തെ ഉണ്ടായിരുന്ന അളവിൽ. ശ്രദ്ധിക്കാൻ നമ്മൾ നേരത്തെ വെച്ചതിനേലും 1 നൂലും കൂടി കുറച്ചിട്ട് ഈ വശത്തേക്ക് നമ്മൾ വലിച്ചിട്ടാണ് പാണി വെക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ആ 1 നൂല് മറ്റേ സൈഡിൽ നിന്ന് അത് കട്ട് ചെയ്ത് പോകണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ 1 നൂല് വലിച്ചു വെച്ചിരിക്കുന്നത്. ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ പല വെച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റും, കട്ട് ചെയ്ത് പോകുന്ന ഭാഗത്ത് 1 നൂല് ചാടിക്കിടപ്പുണ്ട്. ഈ വശം കറക്റ്റ് ചെയ്യണേ. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ ഒരു ജി ക്ലാമ്പ് കൊടുക്കാം, മുന്നോട്ട് തള്ളിപ്പോണ്ടിരിക്കാൻ.
ഇവിടെ നമുക്ക് പകുതിക്ക് വെച്ചിട്ട് ഇവിടെ നമുക്കൊരു കൊടുക്കാം. നല്ല സ്ട്രെയിറ്റായി. ഇത് ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കെല്ലാം വീഡിയോ ഷെയർ ചെയ്യണം. നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രത്യേകമായിട്ടുള്ള പല വീഡിയോകളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പല പ്രൊഡക്റ്റുകളും പണി പഠിക്കാൻ ആവശ്യമുള്ളവർക്ക്, പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാൻ തക്കവണ്ണമുള്ള വ്യക്തമായിട്ടുള്ള വീഡിയോകളാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഇത് കറക്റ്റ് വട്ടത്തിലാണിത്. വീതി കറക്റ്റാണ്, നീളം കറക്റ്റാണ്, കറക്റ്റ് മട്ടം. ഇങ്ങനെ നമുക്ക് റൂട്ടർ വെച്ചിട്ട് നല്ല സിമ്പിളായിട്ട് നല്ല ഫിനിഷിങ്ങിൽ ചിന്തയിൽ വെച്ച് ചെയ്യുന്നതിനേക്കാളും നല്ല ഫിനിഷിങ്ങിൽ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യാം. നിങ്ങൾ പരീക്ഷ നോക്കുക. ഓക്കെ.